ട്രാവലിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മറൈൻ ഡ്രൈവിനെ കുറിച്ചാണ്. നമ്മൾ കയറി വരുമ്പോഴേ ധാരാളം ബോട്ടുകൾ കാണാം. കായലിന്റെ ഭംഗി ആസ്വദിക്കാൻ ധാരാളം ബോട്ട് സർവീസുകളുണ്ട്. ഒരാൾക്ക് 150-200 രൂപ ചാർജാണ് വരുന്നത്. മറൈൻ ഡ്രൈവിലോട്ട് എൻട്രി ചെയ്യാൻ 3-4 വഴികളുണ്ട്. ഇതാണ് ഹൈക്കോർട്ടിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നും നമ്മുടെ ഫോർട്ട് കൊച്ചിയിലോട്ടും വൈപ്പിൻ ഐലൻഡിലോട്ടൊക്കെ ബോട്ട് സർവീസുകളുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ധാരാളം ഫ്ലാറ്റുകൾ കാണാം. ഏകദേശം 3 കിലോമീറ്റർ ആണ് വോക്ക് വേയുടെ നീളം. ഫ്രണ്ട്സും ഫാമിലിയുമായൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കായലിന്റെ ഭംഗിയും കായൽ കാറ്റും ധാരാളം മരങ്ങളും നിറഞ്ഞ പ്രകൃതി മനോഹരമായ സ്ഥലമാണിത്. ഈവനിങ് ആയതുകൊണ്ട് നന്നായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇതുപോലെ വലിയ തണൽ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. വേനൽക്കാലം ആയതിനാൽ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ഇത് ഇവിടുത്തെ പഴയ ഒരു ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കായലിന്റെ ഫുൾ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഐലൻഡിന്റെ ഭാഗങ്ങളും ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നതുമൊക്കെ കാണാം. ഈ വോക്ക് വേ ഹൈക്കോർട്ടിൽ നിന്നും തുടങ്ങി രാജേന്ദ്ര മൈതാനം വരെയാണ് ഉള്ളത്. ഈ കാണുന്നത് കപ്പലിന്റെ മാതൃകയിലുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് വർക്കിംഗ് ഒന്നുമല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതാണ് റെയിൻബോ പാലം. ഇതുപോലത്തെ 3 പാലങ്ങളാണ് ഈ വോക്ക് വേയിലുള്ളത്. നൈറ്റ് ആകുമ്പോൾ റെയിൻബോ കളർ ലൈറ്റ് ഒക്കെ കൊടുത്ത് പാലം കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് കായൽ ഭംഗി നന്നായി ആസ്വദിക്കാം. ഇവിടെ 2 ബോട്ട് ഷേപ്പിലുള്ള റെസ്റ്റോറന്റുകൾ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ജിം ഒക്കെ കാണാം. മറൈൻ ഡ്രൈവിനെ അബ്ദുൽ കലാം പാർക്ക് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. നൈറ്റ് ആയപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് വോക്ക് വേക്ക് പ്രത്യേകം ഭംഗിയായി തുടങ്ങി. അബ്ദുൽ കലാമിന്റെ സ്മാരകങ്ങൾ ഈ വോക്കുവയുടെ ഓരോ സ്ഥലത്തായി വെച്ചിട്ടുണ്ട്. ഈ വോക്കുവയുടെ ഏറ്റവും അറ്റത്തു നിന്ന് നോക്കിയാൽ ഗോശ്രീ പാലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലാറ്റിൽ ഉള്ളവരും അല്ലാത്തവരുമായ ആളുകളൊക്കെ ഈവനിങ് വോക്കിങ്ങിന് വരാറുള്ള ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഇവിടെ ധാരാളം പുളിക്ക് സർബത്തിന്റെയും സ്നാക്സുകളുടെ ഷോപ്പുകൾ ധാരാളമുണ്ട്.
സർപ്പത്തിന്റെ പല പല വെറൈറ്റികൾ ഇവിടെ കിട്ടും. നൈറ്റ് ആയപ്പോൾ ബോട്ടുകൾ ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതൊക്കെയാണ് മറൈൻ ഡ്രൈവിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.